വർഷം 1972. ആ റഗ്ബി ടീമിനെയും വഹിച്ചുകൊണ്ട് സഞ്ചരിച്ച വിമാനം ആൻഡസ് പർവ്വതനിരകൾക്ക് മുകളിൽ തകർന്ന് തരിപ്പണമാവുകയാണ്. ഇനി ആരും തന്നെ ആ വിമാനത്തിൽ നിന്നും അതിജീവിച്ചിരിക്കില്ല എന്ന് കരുതി ദിവസങ്ങൾക്ക് ശേഷം റെസ്ക്യൂ ടീം തിരച്ചിൽ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ 2 മാസങ്ങൾക്ക് ശേഷം ആ വിമാനത്തിലുണ്ടായിരുന്ന ചിലർ തിരിച്ചെത്തുകയാണ്. അവർക്ക് പറയാനുണ്ടായിരുന്നത് ലോകത്തെ നടുക്കിയ നരഭോജനത്തിൻ്റെ കഥയായിരുന്നു. തങ്ങളുടെ ഉറ്റവരെ ഭക്ഷിച്ച കഥയായിരുന്നു. ആ കഥയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു AF വേൾഡ്. അഫ്ലു ഹിയർ. ഉറുഗ്വേയിൽ നിന്നും ചിലിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ഉറുഗ്വൻ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റ് 571. ആ വിമാനത്തിൽ അന്നേ ദിവസം ഉണ്ടായിരുന്നത് ഓൾഡ് ക്രിസ്ത്യൻ ക്ലബ് എന്ന പേരുള്ള റഗ്ബി ടീമിൻ്റെ കളിക്കാരും അവരുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എല്ലാമായിരുന്നു. ചിലിയിൽ ചെന്ന് അവിടെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുക എന്നതായിരുന്നു ആ യാത്രയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എല്ലാം തന്നെ പ്രധാനമായ ലക്ഷ്യം. അന്നേ ദിവസം ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് 40 പാസഞ്ചേഴ്സും 5 ക്രൂ മെമ്പേഴ്സും ഉൾപ്പെടെ ആകെ മൊത്തം 45 ആളുകളാണ്. എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും എല്ലാവിധ അനുമതികളും ലഭിച്ചതോട് കൂടിയിട്ട് 1972 ഒക്ടോബർ മാസം 12-ാം തീയതി ആ യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് ഫ്ലൈറ്റ് 571 പതിയെ റൺവേയിലൂടെ മുമ്പോട്ടേക്ക് കുതിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഉറുഗ്വൻ ആകാശത്തിലൂടെ ആ വിമാനം മുമ്പോട്ടേക്ക് സഞ്ചരിക്കാൻ ആരംഭിക്കുകയാണ്. എന്നാൽ പ്രതീക്ഷിച്ചതിൽ നിന്നും വളരെയേറെ വിപരീതമായ ഒരു കാലാവസ്ഥയിലൂടെയായിരുന്നു അന്നേ ദിവസം അവർക്ക് കടന്നു പോകേണ്ടി വന്നിരുന്നത്. ശക്തമായ മഞ്ഞുവീഴ്ച കാരണം മുന്നിലുള്ളതൊന്നും തന്നെ കാണാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു അന്നേ ദിവസം ഉണ്ടായിരുന്നത്. ഇവിടെ പ്രധാനമായും നോക്കുകയാണെങ്കിൽ ഇവർക്ക് പോകേണ്ട വഴി എന്ന് പറയുന്നത് ആൻഡസ് മലനിരകൾക്ക് മുകളിലൂടെയായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ആൻഡസ് പർവ്വതനിര എന്ന് പറയുന്നത്. ഏറെക്കുറെ 9000 കിലോമീറ്ററോളം നീളത്തിൽ പരന്നു കിടക്കുന്ന ഒട്ടനവധി മഞ്ഞു മൂടിയ സ്ഥലങ്ങളും അഗ്നിപർവ്വതവും കാടും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്, ഒരു മലനിരയാണ് ആൻഡസ് എന്ന് പറയുന്നത്. അതിനാലൊക്കെ തന്നെ ഇത്രയും വലിയ മോശം കാലാവസ്ഥ കാരണം തന്നെ ഒരിക്കലും ആ ഒരു പ്രദേശത്തിലൂടെ കടന്നു പോകാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് തോന്നിയതിനാൽ തന്നെ അർജന്റീനയുടെ എയർപോർട്ടിലേക്ക് അടിയന്തരമായി അവർ ലാൻഡിംഗ് നടത്തുകയാണ്. അങ്ങനെ അന്നേ ദിവസം ഒക്ടോബർ 12-ാം തീയതി രാത്രി അർജന്റീനയിൽ ചിലവഴിച്ചുകൊണ്ട് 13-ാം തീയതി രാവിലെ തങ്ങളുടെ യാത്ര വീണ്ടും തുടരാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ 13-ാം തീയതി എത്തിച്ചേരുകയാണ്. യാത്രക്കാരെല്ലാം വളരെയേറെ ആകാംക്ഷയോടും ആവേശത്തോടും കൂടി തന്നെ മത്സരത്തിന് പോകാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളോടും കൂടി തന്നെ വീണ്ടും ഫ്ലൈറ്റ് 571 പ്രവേശിക്കുകയാണ്. എന്നാൽ ഇപ്രാവശ്യവും കാലാവസ്ഥ വലിയ തരത്തിൽ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ ആ ഒരു സ്ഥിതി തന്നെയായിരുന്നു തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ശക്തമായ മഞ്ഞുവീഴ്ച അപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മണിക്കൂറുകൾ അങ്ങനെ മുമ്പോട്ടേക്ക് കടന്നു പോവുകയാണ്. കാലാവസ്ഥയെല്ലാം ഒന്ന് നല്ല രീതിയിൽ കലങ്ങി തെളിയുന്നതിന് വേണ്ടി പൈലറ്റും യാത്രക്കാരും ഒരുപോലെ കാത്തിരിപ്പ് തുടരുകയാണ്. സമയം ഏറെക്കുറെ 2 മണി പിന്നിട്ട് കഴിഞ്ഞു കാണും. പതിയെ ആകാശം തെളിഞ്ഞു തുടങ്ങുന്നുണ്ട്. അതിനാലൊക്കെ തന്നെ തങ്ങളുടെ യാത്ര വീണ്ടും തുടരാമെന്ന് അന്നവർ തീരുമാനിക്കുകയാണ്. എല്ലാവിധ അനുമതികളും ലഭിച്ചതോട് കൂടിയിട്ട് അർജന്റീനയുടെ ആ വിമാനത്താവളത്തിൽ നിന്നും പതിയെ ഫ്ലൈറ്റ് 571 ആകാശത്തിലേക്ക് പറന്നു വരികയാണ്. വളരെയധികം ശാന്തമായ നിലയിൽ തന്നെയായിരുന്നു അവരുടെ അന്നത്തെ യാത്ര. എന്നാൽ ഏതാനും സമയം മുമ്പോട്ടേക്ക് കടന്നു പോവുകയാണ്. പെട്ടെന്ന് വെച്ചുകൊണ്ട് കാലാവസ്ഥ വീണ്ടും വളരെയേറെ മോശമായി മാറാൻ ആരംഭിക്കുകയാണ്. ശക്തമായ നിലയിൽ മഞ്ഞ് വീഴ്ച ആരംഭിക്കുകയാണ്. മുന്നിലുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായ നിലയിൽ പൈലറ്റിന് കാണാൻ സാധിക്കാത്തൊരവസ്ഥ വരികയാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു വിധത്തിലും പാസഞ്ചേഴ്സ് ആയിട്ടുള്ള വിമാനത്തിലുണ്ടായിരുന്ന കളിക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കൊന്നും യാതൊരുവിധ പിടിയുമില്ലായിരുന്നു. അവരെല്ലാം വളരെയേറെ സന്തോഷത്തോടും ആവേശത്തോടും കൂടി തന്നെയായിരുന്നു ആ വിമാനത്തിനകത്ത് അന്ന് സമയം ചെലവഴിച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ കോക്പിറ്റിനകത്ത് കാര്യങ്ങൾ കുറച്ച് മോശമായിരുന്നു. വളരെ മോശം കാലാവസ്ഥയെ തരണം ചെയ്യത്തക്ക രീതിയിലുള്ള അത്യാധുനികമായ സൗകര്യങ്ങളൊന്നും തന്നെ ആ ഒരു വിമാനത്തിനകത്ത് ഉണ്ടായിരുന്നില്ല. അതിനാലൊക്കെ തന്നെ തങ്ങൾ ചിലിയിലേക്ക് എത്താനായോ ഇല്ലയോ എന്നൊരു കാര്യത്തിൽ വലിയൊരു സംശയം തന്നെ അന്നേ ദിവസം പൈലറ്റിലും കോക്പിറ്റിലും ഉയർന്നു വരികയാണ്. ഒടുവിൽ അന്നേ ദിവസം അവർ ചെയ്തൊരു കാര്യം, തങ്ങൾ യാത്ര പുറപ്പെട്ട സമയവും സഞ്ചരിക്കുന്ന വേഗതയും എല്ലാം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ട് എത്താനായോ എന്നൊരു കാര്യത്തെക്കുറിച്ച് കണ്ടെത്തുക എന്നതായിരുന്നു. തങ്ങളുടെ ആ ഒരു കാൽക്കുലേഷനുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ അവർ ഏറെക്കുറെ ചിലിയുടെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കുകയും അതിനടിസ്ഥാനത്തിൽ ചിലിയിലെ എയർപോർട്ടുമായിട്ട് അവർ കോൺടാക്ട് ചെയ്യുകയും ലാൻഡിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ
എല്ലാവിധ പെർമിഷനുകളും മേടിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം പിന്നീട് വിമാനം പറന്നുകൊണ്ടിരിക്കുന്ന ഉയരത്തെ അവർ പതിയെ പതിയെ കുറച്ച് കൊണ്ടുവരാൻ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഒരിക്കലും ഹെലികോപ്റ്റർ പോലെ പെട്ടെന്ന് വെച്ചുകൊണ്ട് വിമാനത്തെ നമുക്ക് താഴ്ത്തി ഇറക്കാനായിട്ട് സാധിക്കില്ല. ഗ്രാജുവലി അത് പറന്നുകൊണ്ടിരിക്കുന്ന ഉയരത്തെ കുറച്ച് കൊണ്ടുവന്നിട്ടാണ് ഏറ്റവും ഒടുവിൽ ലാൻഡ് ചെയ്യിപ്പിക്കാറുള്ളത്. അത്തരമൊരു പ്രവൃത്തിക്ക് അന്നേ ദിവസം കോക്പിറ്റിൽ ഇരുന്നു കൊണ്ട് പൈലറ്റുമാർ നേതൃത്വം നൽകുകയാണ്. പക്ഷേ അവിടെ അവരെ വലിയൊരു പ്രശ്നം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വിമാനം അപ്പോഴും പറന്നുകൊണ്ടേ ഇരുന്നത് ആൻഡസ് പർവ്വത നിരകൾക്ക് മുകളിലൂടെ തന്നെയായിരുന്നു. ശക്തമായ മഞ്ഞ് വീഴ്ച കാരണം ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായ ഒരു ധാരണ ആ ഒരു അവസരത്തിൽ, വിമാനം പറന്നുകൊണ്ടിരിക്കുന്ന ഉയരം കുറച്ചു കൊണ്ടുവരുന്ന അവസരത്തിൽ പൈലറ്റുമാർക്കുണ്ടായിരുന്നില്ല. എന്നാൽ പതിയെ പതിയെ ഉയരം കുറച്ചു കൊണ്ടുവന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ശക്തമായ നിലയിലുള്ള ടർബുലൻസ് വിമാനത്തിൽ അനുഭവപ്പെടുകയാണ്. ആ ഒരു അവസരത്തിലാണ് തങ്ങൾക്ക് കണക്ക് പിഴച്ചു എന്നൊരു കാര്യം ഞെട്ടലോടുകൂടെ തന്നെ പൈലറ്റുമാർ രണ്ടുപേരും ഒരുപോലെ തിരിച്ചറിയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ വിമാനം പറന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഉയരത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി, വിമാനത്തെ ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം തന്നെ അവർ നടത്തുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്ക് സമയമേറെ വൈകിക്കഴിഞ്ഞിരുന്നു. ഏതാനും ദൂരം മുമ്പോട്ടേക്ക് പോയ വിമാനത്തിൻ്റെ ചിറക് ഭാഗം വലിയൊരു മൺകൂനയിൽ ഇടിച്ച് തകരുകയാണ്. ആ ഒരു അവസരത്തിൽ തന്നെ വിമാനത്തിലുണ്ടായിരുന്ന 3 ആളുകൾ തെറിച്ചു പോവുകയാണ്. പിന്നെയും മുമ്പോട്ടേക്ക് സഞ്ചരിച്ച വിമാനത്തിൻ്റെ വലത് ഭാഗവും ഇടത് ഭാഗവും എല്ലാം തന്നെ വലിയ ശക്തമായ പാറകളിലും മഞ്ഞിലുമെല്ലാം ഇടിച്ച് തകരുകയാണ്. ഏറ്റവും ഒടുവിൽ നിലത്ത് വീണ വിമാനത്തിൻ്റെ ബാക്കി ഭാഗം മഞ്ഞിലൂടെ പിന്നെയും 1 കിലോമീറ്ററോളം മുമ്പോട്ടേക്ക് തന്നെ തെന്നി നീങ്ങുകയാണ്. എല്ലാം പതിയെ ശാന്തമാകുന്നു. പൈലറ്റുമാർ രണ്ടുപേരും മരണപ്പെട്ടിരിക്കുന്നു. ഇടിയുടെ ആഘാതം കാരണമായി പാസഞ്ചേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന പല ആളുകളും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ബാക്കി അവശേഷിക്കുന്ന ഏതാനും ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ സാരമായ നിലയിലുള്ള പരിക്കുകളും ഉണ്ടായിരുന്നു. വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ ആ ഒരു വിമാനത്തിനകത്ത് നിന്നും അവർ പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴും ശക്തമായി മഞ്ഞ് പെയ്തുകൊണ്ടേയിരിക്കുന്നു. ചുറ്റും മഞ്ഞ് മാത്രം. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ വിമാനം അപകടത്തിൽപ്പെട്ട കാര്യമറിഞ്ഞ് ചിലിയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്താൻ ആരംഭിക്കുകയാണ്. 4 വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ശക്തമായ നിലയിൽ തന്നെ ആ പ്രദേശം മുഴുവനും, ആൻഡസ് പർവ്വത നിരകൾക്ക് മുകളിൽ മുഴുവനും തിരച്ചിൽ നടത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ നിരാശ മാത്രമായിരുന്നു ഫലം. അതിനുശേഷം പിറ്റേ ദിവസം അർജന്റീനയുടെ നേതൃത്വത്തിൽ 11ഓളം വരുന്ന വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നെയും ഒരു തിരച്ചിൽ നടത്തുകയാണ്. ആരെങ്കിലും ജീവനോടെ അതിജീവിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യം കണ്ടെത്തുക എന്നതായിരുന്നു പ്രധാനമായും അവരുടെ ലക്ഷ്യം. പക്ഷേ അവിടെയും മഞ്ഞ് വീഴ്ചയും വളരെ മോശം കാലാവസ്ഥയും വലിയൊരു വില്ലനായി തന്നെ മാറി വരികയാണ്. എത്രയൊക്കെ തിരഞ്ഞിട്ട് പോലും ജീവനോടുകൂടെയുള്ള ഒരാളെ പോലും കണ്ടെത്താൻ, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തെ കണ്ടെത്താൻ റെസ്ക്യൂ ടീമിന് സാധിക്കാതെ പോവുകയാണ്. ഇതേ ഒരു സമയത്ത് തന്നെ വിമാനത്തിലുണ്ടായിരുന്ന അതിജീവിച്ചിട്ടുണ്ടായിരുന്ന ആളുകളിൽ സാരമായ പരിക്കേറ്റ പല ആളുകളും പതിയെ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ചില ആളുകൾക്ക് അപ്പോഴും ബോധം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. അബോധാവസ്ഥയിൽ തന്നെയാണ് അവർ തുടർന്നുകൊണ്ടേയിരുന്നത്. എങ്ങനെയും അതിജീവിക്കണമെന്നൊരു ചിന്ത കാരണമായി അവർ ആ വിമാനത്തിനകത്ത് പൂർണ്ണമായിട്ട് തിരച്ചിൽ നടത്തുമ്പോൾ അവർക്കൊരു റേഡിയോ ലഭിക്കുകയാണ്. അത് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ തങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലയിൽ തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നൊരു കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. റെസ്ക്യൂ ടീമിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി പല കാര്യങ്ങളും അന്നേ ദിവസം അവരവിടെ ചെയ്തു കൂട്ടുന്നുണ്ട്. എങ്കിലും നിരാശയായിരുന്നു അവർക്ക് ഫലം. ഏറെക്കുറെ 8 ദിവസങ്ങൾ അത്തരത്തിൽ പിന്നിട്ട് കഴിഞ്ഞു കാണും. ഏറ്റവും ഒടുവിൽ അവർ ആ ഒരു കാര്യം തിരിച്ചറിയുകയാണ്. തങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ റെസ്ക്യൂ ടീം അവസാനിപ്പിച്ചിരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് എങ്ങനെയും ജീവൻ നിലനിർത്തുക എന്നൊരു കാര്യം മാത്രമായിരുന്നു ആ ഒരു കൂട്ടത്തിലുണ്ടായിരുന്ന, വിമാനാപകടത്തിൽ അതിജീവിച്ചവരുടെ എല്ലാം തന്നെ ഉള്ളിലുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം. ആ ഒരു അവസരത്തിൽ അവർക്ക് മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ 2 വെല്ലുവിളികളിൽ ഒന്ന് കഠിനമായ തണുപ്പും മറ്റൊന്ന് ഭക്ഷണവുമായിരുന്നു. വിമാനത്തിൻ്റെ സീറ്റിൻ്റെ ഭാഗങ്ങളെല്ലാം മുറിച്ചെടുത്തുകൊണ്ട് തണുപ്പിൽ നിന്നും പരമാവധി രക്ഷ നേടാനുള്ള മാർഗങ്ങളെല്ലാം തന്നെ അന്ന് അവർ സ്വീകരിക്കുകയാണ്. പിന്നീട് വിശപ്പടക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ആ വിമാനത്തിനകത്ത് തിരയാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ഏതാനും ബാഗുകൾക്കകത്ത് നിന്നും അവർക്ക് കുറച്ച് ചോക്ലേറ്റും ചിപ്സുകളും ഡ്രൈ ഫ്രൂട്ടും സ്നാക്സും എല്ലാം തന്നെ ലഭിക്കുകയാണ്. പക്ഷേ അതൊന്നും കൂടുതൽ ദിവസത്തേക്ക് ജീവൻ നിലനിർത്താൻ അവരെ സഹായിക്കില്ല എന്നൊരു കാര്യം അവർക്ക് തീർച്ചയായിരുന്നു. എങ്കിലും ഉള്ള ഭക്ഷണം വെച്ചുകൊണ്ട് ദിവസങ്ങൾ പിന്നെയും അവർ തള്ളി നീക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഭക്ഷണവും തീർന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ അവർ ആ ഞെട്ടിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. എന്തുകൊണ്ട് തങ്ങളുടെ കൂട്ടത്തിലുള്ള മരണപ്പെട്ട ആളുകളുടെ മാംസം ഭക്ഷിച്ചുകൂടാ? ആദ്യം ഈ ഒരു കാര്യം കേട്ട അവസരത്തിൽ എല്ലാവരും ഒരുപോലെ തന്നെ പകച്ചു നിൽക്കുകയായിരുന്നു. ആർക്കും തന്നെ അതിനോട് യാതൊരുവിധ താല്പര്യവുമില്ലായിരുന്നു.
എന്നാൽ സമയം പിന്നെയും മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കെ വിശപ്പ് താങ്ങാൻ കഴിയില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ ആ ഒരു കാര്യം തന്നെ ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. മരണപ്പെട്ട ആളുകളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും അവർ പതിയെ പതിയെ ഭക്ഷിച്ചു തുടങ്ങുകയാണ്. പിന്നീട് അവർ പലരുടെയും ശരീരഭാഗങ്ങൾ മാംസമെല്ലാം മുറിച്ച് ഉണക്കിയെടുത്തുകൊണ്ട് ഭക്ഷിക്കാൻ ആരംഭിക്കുകയും ഏറ്റവും ഒടുവിൽ വിശപ്പ് പിന്നെയും താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ മരണപ്പെട്ട ആളുകളുടെ മൃതശരീരങ്ങളുടെ ശ്വാസകോശവും ഹൃദയവും എല്ലാം തന്നെ പച്ചക്ക് ഭക്ഷിക്കാൻ ആരംഭിക്കുകയാണ്. അതുകൊണ്ടും തീർന്നില്ല. പിന്നെയും വിശപ്പ് താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ പലരുടെയും തലച്ചോറ് പോലും അന്നേ ദിവസം അവർക്ക് ഭക്ഷിക്കേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അവർ ആ ഒരു കാര്യം തിരിച്ചറിയുന്നുണ്ട്. ഇനി ഒരിക്കലും ആരും തന്നെ തങ്ങളെ തേടി എത്തുകയില്ല. അതിനോടകം തന്നെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും എല്ലാം തന്നെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഏതാനും ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് പല ഭാഗങ്ങളിലായി സഞ്ചരിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ സാധിക്കുമോ എന്നൊരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുകയും അതിനടിസ്ഥാനത്തിൽ തന്നെ ഗ്രൂപ്പുകളായി അവർ പല വഴിക്ക് തിരിയുകയും ചെയ്യുകയാണ്. അവരുടെ ആ തിരച്ചിൽ ദിവസങ്ങളോളം നീണ്ടുപോവുകയാണ്. ഓരോ ദിവസവും കിലോമീറ്ററുകളോളം എന്തെങ്കിലും തരത്തിൽ രക്ഷ നേടാനുള്ള വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അവരെല്ലാം തന്നെ നടന്നുകൊണ്ടേയിരുന്നു. ഏതാണ്ട് 69ഓളം ദിവസങ്ങൾ അപ്പോഴേക്ക് പിന്നിട്ട് കഴിഞ്ഞു കാണും. അങ്ങനെ ഇരിക്കെയാണ് ആൻഡസ് പർവ്വത നിരകളോട് ചേർന്നൊഴുകുന്ന പുഴയുടെ മറുഭാഗത്തായിട്ട് ഏതാനും ഗ്രാമവാസികളെ അപകടത്തിൽപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ള 2 പേർ കണ്ടെത്തുന്നത്. അവരുടെ മനസ്സിലേക്ക് വലിയ തോതിൽ സമാധാനവും സന്തോഷവും പ്രതീക്ഷയും എല്ലാം തന്നെ കടന്നു വരികയാണ്. ഈ ഒരു അവസരമൊക്കെ എത്തുമ്പോഴേക്ക് വളരെയേറെ അവശരായി തങ്ങളുടെ ശരീരഭാരത്തിൻ്റെ പകുതിയോളം കുറഞ്ഞ് എല്ലും തൊലിയുമായ നിലയിലായിരുന്നു ഈ അപകടത്തിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും അപകടം സംഭവിച്ച് 70ഓളം ദിവസങ്ങൾക്ക് ശേഷം ഇതാ തങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രതീക്ഷ എത്തിച്ചേർന്നിരിക്കുകയാണ്. വീണ്ടും മനുഷ്യരെ അവർ കാണാൻ ആരംഭിച്ചിരിക്കുകയാണ്. രക്ഷപ്പെടാനുള്ളൊരു വഴി അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. 1972 ഡിസംബർ 21, 22, 23 ദിവസങ്ങളിൽ പിന്നീട് ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിലുകളെല്ലാം തന്നെ നടക്കുകയും ഏറ്റവും ഒടുവിൽ ആ വിമാനാപകടത്തിൽ അതിജീവിച്ചിട്ടുള്ള സർവൈവ് ചെയ്തിട്ടുള്ള 16 പേരെയും രക്ഷിക്കാൻ റെസ്ക്യൂ ടീമിന് സാധിക്കുകയാണ്. അവരിൽ നിന്നാണ് ലോകത്തെ നടുക്കിയ ഈ ഒരു കഥ പുറം ലോകമറിയുന്നത്. അതിജീവിക്കാൻ വേണ്ടി ജീവൻ നിലനിർത്താൻ വേണ്ടി തന്നെയായിരുന്നു തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മരണപ്പെട്ട ആളുകളുടെ ശരീരഭാഗങ്ങളെല്ലാം തന്നെ അവർ ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോസോടെ വൈൻഡപ്പിയാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. പുതിയ ഒരുപാടധികം അറിവുകൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട എല്ലാവിധ അപ്ഡേറ്റുകളും അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിക്കാറുണ്ട്. സോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അഫ്ലു ഹിയർ എന്ന് സെർച്ച് ചെയ്തിട്ടൊന്ന് കയറി വെക്കുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുമുട്ടാൻ പ്രതീക്ഷയോടെ ബൈ.